ഇന്ന് നമുക്ക് ഓലത്തത്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പഴയകാലത്ത് നമ്മളെല്ലാവരും ഉണ്ടാക്കിയൊരു കളിപ്പാട്ടമാണ് ഓലത്തത്ത. ആദ്യമായി നമുക്ക് ആവശ്യം ഒരു ഓല ആണ്. ഒരു ഓല എടുത്ത് ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിൽ അതിൻ്റെ ഈർക്കിളി ഒഴിവാക്കി 2 ചീളാക്കി മാറ്റുക. ശേഷം നമ്മൾ എടുത്തെടുക്കുന്ന ഓല ഈ രൂപത്തിൽ, വീഡിയോ കാണുന്ന രൂപത്തിൽ പിടിക്കുക. എന്നിട്ട് മറ്റേ ഓല ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ശേഷം ഓല ഇതിൻ്റെ അടിയിലൂടെ, ഒരു ഓലയുടെ വാലിൻ്റെ അടിയിലൂടെ വളച്ച് മറ്റു ഓലയുടെ ആദ്യം പിടിച്ച, നമ്മൾ ഇടത്ത് കൈ കൊണ്ട് പിടിച്ച ആ ഭാഗം അമർത്തി പിടിച്ച് വെക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ശേഷം ആ ബാലൻസ് വന്ന ഓല ആദ്യത്തെ ഓലയുടെ ഉള്ളിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ വലിച്ചു പിടിക്കുക. എന്നിട്ട് അല്പം ഓലയുടെ 4 അറ്റം പതുക്കെ വലിച്ചു കൊടുക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇങ്ങനെ പതുക്കെ എല്ലാ ഭാഗങ്ങളും പതുക്കെ വലിച്ചു കൊടുത്താൽ അതൊന്ന് ടൈറ്റായി മാറും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഷേപ്പ് കിട്ടും. ഇനി വേണ്ടത്, നമുക്ക് ഈ 2 ഓലയും തമ്മിൽ യോജിപ്പിക്കണം. അതിന് വേണ്ടി യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു കത്തി എടുത്തിട്ട് ഏത് ഭാഗത്താണോ ക്ലിയറായി നിൽക്കുന്നത് ആ ഭാഗത്തിൻ്റെ ഓലയുടെ ഭാഗം ഒന്ന് ചെത്തി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ പതുക്കെ ഒന്ന് ചെത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഓല അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുക. അപ്പോൾ നമുക്ക് 2 ഓലയും ചേർന്ന് നിൽക്കുന്നത് കാണാം. ഇതുപോലെ മറ്റേ ഭാഗവും ചെയ്യുക. എൻ്റെ ഓല അല്പം കീറിയിട്ടുണ്ട്, അതായിരുന്നു ശ്രദ്ധിക്കേണ്ട, അബദ്ധം പറ്റിപ്പോയതാണ്. കീറാതെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അങ്ങനെ മറ്റേ ഭാഗവും അതുപോലെ 2 ഓലയും ചേർത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കീറിയതൊന്നും പ്രശ്നമായില്ല, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് തത്തക്ക് നല്ല വാല്, ഭംഗിയുള്ള വാലുണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം എടുത്ത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ തലക്ക് ഇത്ര മതി, വാലിന് ഏകദേശം നീളം ഉണ്ടായിക്കോട്ടെ. നമുക്കത് വാല് രൂപത്തിൽ വെട്ടി ക്ലിയർ ചെയ്ത് ചീന്തി എടുക്കാം. ഇങ്ങനെ നല്ലപോലെ ചീന്തി കത്രി കൊണ്ടോ കൈ കൊണ്ടോ ചീന്താവുന്നതാണ്. അപ്പോൾ ആ വാലിൻ്റെ ഒരു ഭംഗി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ തല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു പക്ഷിയുടെ തല രൂപത്തിൽ ഷേപ്പ് ചെയ്ത് നമ്മൾ വെട്ടിയെടുക്കുക. ശേഷം ഒരു ചുണ്ട് അതിൻ്റെതായ രൂപത്തിൽ വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ കഴിവനുസരിച്ച് വളരെ അതിൻ്റെതായ രൂപത്തിൽ, തത്തയുടെ രൂപത്തിൽ തന്നെ
നല്ല ഷേപ്പിൽ വരച്ചുകൊണ്ടോ നിങ്ങൾക്ക് തലയുടെ ഭാഗം വെട്ടിയെടുക്കാവുന്നതാണ്. ഇനി തത്തക്ക് നമുക്ക് ഒരു ചുണ്ട് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടത് ഒരു ചുവന്ന നിറത്തിലുള്ള സെലോടേപ്പിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ നാച്ചുറൽ തന്നെയാണെങ്കിൽ നമുക്ക് ചുവന്ന മുളകിൻ്റെ ഒരറ്റം എടുത്തുകൊണ്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തത്തയുടെ പോലത്തെ ചുവന്ന ചുണ്ട് ലഭിക്കുന്നതാണ്. ശേഷം ഒരു പേന എടുത്തുകൊണ്ട് അതിൻ്റെ കണ്ണ് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് തത്ത ഒരു കമ്പിൽ നിൽക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ച ആ ഓലയുടെ ഈർക്കിൾ നല്ലതുപോലെ ഷേപ്പാക്കി മാറ്റുക. ശേഷം ഈർക്കിളിൻ്റെ ഒരു തല കുറച്ചു ഭാഗം ഓല വെക്കുക. അതായത് ആ ഓല അവിടെ പൂർണ്ണമായും ചീന്തിയെടുക്കാതെ കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു ഭാഗം കെട്ടിവെക്കുക. ശേഷം നമ്മുടെ തത്ത എടുത്ത് അതിൻ്റെ അടിഭാഗത്തിലൂടെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒരു ഹോൾസ് ഈർക്കിളി കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു കമ്പിൽ നിൽക്കുന്നത് പോലെ തത്ത നമുക്ക് ഫീൽ ചെയ്യും. ഇപ്രകാരം നമുക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവർക്കൊക്കെ വല്ല സന്തോഷമാകും. കാരണം ന്യൂജൻ കുട്ടികൾക്കൊന്നും ഈ ഓല കൊണ്ടുള്ള വിഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.